ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസും ഒപ്പം ചേരുന്നുണ്ട്. 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കും സമ്മേളനത്തിൽ എന്നാണ് പാർട്ടി സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. അത്തരമൊരു തീരുമാനം വന്നാൽ പുറത്ത് മാറുന്ന നേതാക്കളെ സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമീപനമായി വരുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് പുതുമയൊന്നുമില്ല. കഴിഞ്ഞ തവണയും ഇത് കർശനമായ രീതിയിൽ അത് പാലിച്ചിരുന്നു. തന്നെയുമല്ല, കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി അത് കർശനമായ രീതിയിൽ ഇതിനു മുമ്പും 75 വയസ്സിനോട് പാലിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എക്സെപ്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടാകും. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം 9 വർഷമായിട്ട് കേരളത്തിലെ സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുകയും വികസനം കാഴ്ചവെക്കുകയും ചെയ്ത പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി, സഖാവ് പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, 3ാം തവണയും അത് കേരളത്തിന്റെ ഭരണ ചുക്കാൻ ഏറ്റെടുക്കണമെന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്, ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ആഗ്രഹമാണ്. ഒരു കാര്യമോട് ഞാൻ പറയട്ടെ, അതായത് കേരളത്തിലെ ജനങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയും 3ാം തവണയും LDF ഭരണത്തിൽ വരും എന്ന് മാതൃഭൂമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കിട്ടും. അത് വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്കൊക്കെ തിരിച്ചറിവുണ്ടായതാണ് ഏറ്റവും വലിയ ശ്ലാഘനീയമായ വസ്തുത എന്ന് പറയുന്നത്. കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ബലഹീനമാണ്. അവർ തമ്മിലടിക്കുകയാണ്. അതിലുപരിയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-നെ ഒരു ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകില്ല. രീതിക്കുള്ള നടപടിയാണ് പാർട്ടി ഇപ്പോൾ കൈക്കൊള്ളുന്നത് എന്നുള്ളൊരു കാര്യമാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത്. അത് ഒരു പ്രസ്താവനയായി കാണേണ്ടതില്ല. അത് പാർട്ടി വിലയിരുത്തൽ എന്ന അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഇന്റർവ്യൂവിന്റെ അടക്കം അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്.